ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് 1-ാം അധ്യായത്തിൽ നിസ്സഹായനായ ഒരു രോഗിയുടെ വിലാപമുണ്ട്. ഇത് രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ള കരച്ചിലായിരുന്നില്ല. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു നിസ്സഹായന്റെ വിലാപമായിരുന്നു. ജീവിതത്തിലെ വേദനകളിൽ ഏറ്റവും ദുസ്സഹമാണ് തിരസ്കരണത്തിൻ്റെ വേദന. അത് നിസ്സഹായതയും ഏകാന്തതയും ശൂന്യതാബോധവുമൊക്കെ സൃഷ്ടിക്കുന്ന വേദനയാണ്. ശരീരത്തെയും ആത്മാവിനെയും മുറിപ്പെടുത്തുന്ന ദുരന്തമാണ് ഒറ്റപ്പെടുത്തൽ. പഴയ നിയമ ബൈബിൾ കാലഘട്ടത്തിൽ പാളയത്തിന് പുറത്ത് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് ജീവിക്കേണ്ട ദുരന്താവസ്ഥയായിരുന്നു കുഷ്ഠരോഗികളുടേത്. ഈ മാരകരോഗം ശരീരത്തെ തകർക്കുക മാത്രമല്ല, രോഗിയുടെ ആത്മാഭിമാനവും സാമൂഹ്യ ബന്ധവുമൊക്കെ കളങ്കപ്പെടുത്തുന്നതായിരുന്നു. നമ്മുടെ കർത്താവും ഒറ്റപ്പെടലിൻ്റെ സഹനം അനുഭവിച്ചു. കർത്താവിൻ്റെ തിരസ്കരണത്തെപ്പറ്റിയുള്ള പ്രവചനങ്ങളുടെ ജീവിക്കുന്ന സാക്ഷികളായിരുന്നു പഴയ നിയമത്തിലെ കുഷ്ഠരോഗികൾ. യെശയ്യാ പ്രവചനം 53. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി. തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ വിലാപം വളരെ ദയനീയമാണ്. 27-ാം സങ്കീർത്തനം. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളേണമേ. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ. എന്നെ കൈവിടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഭവനങ്ങളിലെ മുറിവേറ്റ സൗഹൃദങ്ങൾ, അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, വൃദ്ധ മാതാപിതാക്കൾ, സമൂഹം അവഗണിക്കുന്ന ദരിദ്രർ, മാരക രോഗങ്ങൾ മൂലം ഒറ്റപ്പെട്ടു പോയ നിത്യരോഗികൾ, പാപത്തിൻ്റെയും ആസക്തികളുടെയും കാരാഗ്രഹ ബന്ധനത്തിലായിരിക്കുന്നവർ, ഇവരൊക്കെ ഒറ്റപ്പെടലിൻ്റെ നിസ്സഹായതയും വേദനയും അനുഭവിക്കുന്നവരാണ്. ഓരോ തിരസ്കരണത്തിൻ്റെ പിന്നിലും വെറുപ്പും പ്രതികാരവും അവഗണനയും അഹങ്കാരവുമൊക്കെയുണ്ട്. ഈ കുഷ്ഠരോഗിയെപ്പോലെ അശുദ്ധരും അസ്പർശരുമായി സമൂഹം പുറന്തള്ളിയ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ തിരിച്ചറിയുവാനും അവർക്ക് നേരെ ആർദ്രതയുടെ കരം നീട്ടുവാനുമുള്ള നമ്മുടെ നിയോഗങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് സഭാപിതാക്കന്മാർ ഈ വേദഭാഗം നോമ്പിലെ സുവിശേഷ വായനയിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ സ്നേഹബന്ധത്തിൽ നിന്നും നമ്മൾ പുറത്താക്കിയവർ
ഒരുപക്ഷെ നമുക്ക് വലിയ പ്രശ്നമല്ലായിരിക്കും. പക്ഷേ അവഗണിക്കുന്ന എളിയവർ ദൈവത്തിന് വളരെ വളരെ പ്രിയപ്പെട്ടവരാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്ന വിധിയും അളക്കുന്ന അളവുകോലും നമ്മെ വിധിക്കുന്നതിനും അളക്കുന്നതിനും ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലം വരും. സാമുവേൽ പ്രവചനം 12-ാം അധ്യായം. അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു, അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. മറ്റുള്ളവർക്ക് നൽകിയ മുള്ളുകൾക്കും മുറിവുകൾക്കുമൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് കടങ്ങളുടെ കണക്കൊക്കെ സെറ്റിൽ ചെയ്തിട്ടേ നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ പറ്റുകയുള്ളൂ. അത് വളരെ ഹാർഡായിരിക്കും. ഈ രോഗിയുടെ തിരസ്കരണത്തിൻ്റെ മതിൽ കർത്താവ് അനുകമ്പ കൊണ്ട് തകർക്കുന്നത് നമുക്ക് കാണാം. ക്രിസ്തു രോഗിയെ തൊട്ടു. സമൂഹം അകറ്റി നിർത്തിയ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവനെ അംഗീകരിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു ആ സ്നേഹസ്പർശം. ഏകാന്തതയുടെ കാരാഗൃഹത്തിലായിരിക്കുന്നവരെ നമുക്കും ഇതുപോലെ സുഖപ്പെടുത്തുവാൻ കഴിയും. അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, സാന്ത്വന വാക്കുകൾ അവരുമായി പങ്കുവെക്കുക, സ്നേഹ കടാക്ഷം, ആത്മഹർഷം ഉണർത്തുന്ന വിസ്മയ സ്പർശം, ഇതൊക്കെ സൗഖ്യദായക ശുശ്രൂഷകളാണ്. സമൂഹം ഒറ്റപ്പെടുത്തിയ തൻ്റെ മക്കളെ ചേർത്ത് നിർത്തുവാൻ ക്രിസ്തുവിന് നമ്മുടെ സ്നേഹകരങ്ങളും സാന്ത്വന വാക്കുകളും ആവശ്യമാണ്. ജീവിതത്തിൽ ഉറ്റവരും ഉടയവരും സമൂഹവും തിരസ്കരിക്കപ്പെട്ടവരുമായ പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിലെ നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ പ്രത്യേക ആശ്വാസവചനം ദയവായി ശ്രദ്ധിച്ചാലും. എബ്രായ ലേഖനം 4-ാം അധ്യായം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. 34-ാം സങ്കീർത്തനം. നീതിമാൻ സഹായത്തിന് വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നു. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. ആരെയും അന്യരായി കാണരുതെന്നാണ് ഈ സംഭവവുമായി കർത്താവ് നമുക്ക് നൽകുന്ന 3-ാമത്തെ ഉപദേശം. നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോഴും ദൈവത്തെ വേദനിപ്പിക്കുമ്പോഴും കരുണാമയനായ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അനുഭവിക്കുന്ന നമുക്ക്
ആരെയും വെറുക്കുവാനും തള്ളിക്കളയുവാനുമുള്ള അവകാശമില്ലെന്നാണ് തിരുവചനം പറയുന്നത്. മത്തായി 5-ാം അധ്യായം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരെയും മുറിവേൽപ്പിച്ചവരെയും തള്ളിക്കളയാതെ സ്നേഹിക്കണമെന്നാണ് ക്ഷമയുടെ തമ്പുരാനായ കർത്താവിൻ്റെ കൽപ്പന. വിദ്വേഷം കുടുംബ ബന്ധങ്ങളിൽ ഇടർച്ചയും സഭയിൽ വിരുദ്ധതയും ഭിന്നതയുമൊക്കെ ഉണ്ടാക്കും. മറക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്ത് വിദ്വേഷത്തിൻ്റെ മതിൽക്കെട്ടുകൾ തകർക്കുവാനും അനുരഞ്ജനത്തിലേക്ക് ചുവടുവയ്ക്കുവാനുമുള്ള സമയമാണ് നോമ്പുകാലം. ബാഹ്യ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, വിശ്വാസികളുടെ ഹൃദയത്തിൽ ദൈവകൃപ വ്യാപരിച്ച് ദൂരസ്ഥർ സമീപസ്ഥരാകേണ്ട അനുരഞ്ജന കാലഘട്ടം കൂടിയാണ് നോമ്പുകാലം. സമൂഹം അവഗണിച്ചവരെയും അകറ്റി നിർത്തപ്പെട്ടവരെയുമൊക്കെ ക്രിസ്തു കണ്ടെത്തി സ്നേഹവും അംഗീകാരവും സൗഖ്യവും നൽകി. ഈ നോമ്പിൽ നമ്മോടും ക്രിസ്തു ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഏകസ്ഥരായ മുതിർന്നവർ, പ്രതിസന്ധികളുടെ തിരകളിൽപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ യുവാക്കൾ, ആസക്തികളുടെ തടവിലായവർ, ഉടമ്പടി ബന്ധത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടവർ, തെറ്റിദ്ധാരണകൾ മൂലം വിദ്വേഷത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താക്കപ്പെട്ട വിശ്വാസികൾ, അങ്ങനെ ഏകാന്ത തടവിലായിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാനാണ് ഈ നോമ്പിൽ ദൈവം നമ്മോട് മീഖാ പ്രവചനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി നടക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? അകന്നവരെയും അകറ്റിയവരെയും ചേർത്ത് നിർത്താൻ സ്നേഹപൂർവം ഒരു വാക്ക്, ഒരു ടെലിഫോൺ കോൾ, ഒരു സോറി, രോഗക്കിടക്കയിലെ ഒരു സന്ദർശനം, ഇതൊക്കെ ധാരാളം മതി. അരനാഴിക നേരം മാത്രമുള്ള ജീവിതത്തിൽ ഇതിനേക്കാൾ പുണ്യവും നന്മയും മറ്റെന്താണ് നമുക്ക് ചെയ്യുവാനുള്ളത്? മുറിവുകളിൽ സ്നേഹത്തിൻ്റെ എണ്ണ പുരട്ടുവാനും തകർന്ന സൗഹൃദങ്ങൾ പുതുക്കിപ്പണിയുവാനും ഒറ്റപ്പെട്ടു പോയവരിലേക്ക് സൗഹൃദത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സ്നേഹപാതകൾ തുറക്കുവാനുമുള്ള വിനയവും സമർപ്പണവും നൽകുവാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധനാക്കി സൗഖ്യമാക്കിയ ഞങ്ങളുടെ കർത്താവേ, ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം മൂലം മുറിവേറ്റ ഹൃദയങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. കുടുംബ ബന്ധങ്ങളിലെ നിശബ്ദ മുറിവുകളും ഒറ്റപ്പെട്ടവരുടെ കണ്ണുനീരുകളും നൊമ്പരങ്ങളും
അവിടുത്തെ സൗഖ്യദായക കരങ്ങളാൽ തൊട്ട് സൗഖ്യമാക്കണമേ. കോപം, പ്രതികാരം, തിരസ്കരണം തുടങ്ങിയ നിഷേധ ചിന്തകളെയും വികാരങ്ങളെയും ക്രിസ്തുവിൻ്റെ പുണ്യരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഒറ്റപ്പെടുത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനുമുള്ള കരുണയും ആർദ്രതയും നിറഞ്ഞ ഹൃദയം നാഥ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലും തുടർന്നും ഞങ്ങൾക്ക് നൽകണമേ. പീഡിതരുടെ ഹൃദയമുറിവും സഹനങ്ങളും കാണുവാൻ കരുണയുള്ള ഹൃദയം, പുതുക്കിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ മുറിവേൽപ്പിച്ചവരെ ചേർത്ത് നിർത്തുവാൻ ക്രിസ്തുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കാരോടും ക്ഷമിക്കുവാനും കരുതുവാനുമുള്ള സമുന്നതമായ ക്രിസ്തീയ ഭാവം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. ഞങ്ങളെ സൗഖ്യത്തിൻ്റെ ഉപകരണങ്ങളും കൃപയുടെ ചാനലുകളും നിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളുമായി അഭിഷേകം ചെയ്യണമെന്ന് ക്രിസ്തുവിൻ്റെ വിസ്മയനാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.